السلام عليكم ورحمة الله وبركاته. لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. وأصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ പ്രിയ നിറഞ്ഞ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പഠിച്ചത് സൂറത്തുൽ ഹജ്ജിന്റെ 5-ാമത്തെ ആയത്താണ്. അതിനുശേഷം 6-7 ആയത്തുകളെ കുറിച്ച് ചെറുതായി നമ്മളൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സത്യമാണ്, അവൻ അവതരിപ്പിച്ചത് സത്യമാണ്, ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്നത് നമുക്കെല്ലാം പരിചിതമായ, ആർക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത അനിഷേധ്യമായ 2 തെളിവുകളെ മുൻനിർത്തി അള്ളാഹു അത് സ്ഥാപിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ കണ്ടതും മനസ്സിലാക്കിയത്. നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അതിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ ഇന്ന് വരേക്കും ഒരാൾക്കും ഒരു നിലക്കും നിഷേധിക്കാൻ സാധ്യമല്ലാത്ത ആ ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുകയും, അതുപോലെ ഒരു നിർജീവമായ ഭൂമിയെ ഒരു മഴയിലൂടെ അള്ളാഹു എങ്ങനെയാണ് ആ ഭൂമിക്ക് പുതുജീവൻ നൽകി അതിനെ ഫലഭൂഷ്ടിയുള്ള അല്ലെങ്കിൽ സസ്യലതാദികളും മറ്റുമൊക്കെ മുളപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു അതിനെ മാറ്റുന്നത് എന്നതും നമുക്കെല്ലാം പരിചിതമായ ചില ദൃഷ്ടാന്തങ്ങളാണ്. ആ 2 ദൃഷ്ടാന്തങ്ങളെ മുൻനിർത്തി, ആ 2 തെളിവുകളെ മുൻനിർത്തി അള്ളാഹു പരലോക സത്യമാണ് എന്നും, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, റബ്ബുണ്ട് എന്ന ആ ഒരു യാഥാർത്ഥ്യം പഠിപ്പിക്കുകയും അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആ ഒരു സത്യം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാൻ തയ്യാറല്ലാത്ത ആളുകളോട് തങ്ങളുടെ സ്വന്തം സൃഷ്ടിയുടെ ആരംഭം മുതൽ അവരുടെ മരണം വരെയുള്ള അവസ്ഥാവിശേഷങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിലൂടെ കൽപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മനുഷ്യരുടെ ആദ്യ സൃഷ്ടിയുടെ കർത്താവായ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ ജീവിപ്പിക്കുവാൻ നിശ്ചയമായും കഴിവുണ്ടെന്നും, അനേകം സ്ഥിതിമാറ്റങ്ങൾക്ക് വിധേയരായ മനുഷ്യർ അവർക്ക് വീണ്ടും ചില മാറ്റങ്ങൾ കൂടി വിധേയരാകുന്നതിൽ യാതൊരു തകരാറുമില്ലെന്നും എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ്, തീർച്ചയായും കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് സത്യമായിട്ടുള്ളവൻ. ദാലിക അഥവാ അത്, ബിഅന്നല്ലാഹ അല്ലാഹു ആണ്, ഹുവൽ ഹഖ് യാഥാർത്ഥ്യമായിട്ടുള്ളവൻ, സത്യമായിട്ടുള്ളവൻ, വഅന്നഹു യുഹ്യിൽ മൗത അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നു, വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതേപോലെ വഅന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹ അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും, വഅന്നല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ അതിൽ യാതൊരു സംശയവുമില്ല, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബറിലുള്ളവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുകയും പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുമെന്ന യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോ ഈ 2 ആയത്തുകൾ, ഒന്ന് മനുഷ്യന്റെ ഈ 3 ആയത്തുകൾ മനുഷ്യന്റെ ഉത്ഭവം മുതൽ അവന്റെ മരണം വരെയുള്ള അവസ്ഥകൾ, അതേപോലെ സസ്യലതാദികളുടെ ഉൽപാദനം, അതൊക്കെ അതിനെക്കുറിച്ച് ശരിയാവണ്ണം ചിന്തിക്കാനും അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഇങ്ങനെയെല്ലാം പ്രവർത്തിച്ച് നിയന്ത്രിച്ചു വരുന്ന മഹാശക്തി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. യഥാർത്ഥ ദൈവവും സ്ഥിരമായി നിലകൊള്ളുന്നവനും അല്ലാഹു മാത്രമാണ്. അവന് പുറമെയുള്ള എല്ലാ സൃഷ്ടികളും അത് ഇവിടെ സ്ഥിരവാസത്തിന് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അതിന് സാധിക്കുന്നവരല്ല, മറിച്ച് അവരൊക്കെ നാശമടയുന്ന, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തിന് ഇവിടെ പറയുന്ന നാശം സംഭവിക്കുന്നവരാണ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധിപ്പിക്കുകയാണ്. രണ്ടാമതായി, ഈ ആയത്തുകൾ നമുക്ക് ഈ കഴിഞ്ഞ നമ്മൾ പഠിച്ച ആയത്തുകളിൽ നിന്നുള്ള ചില പാഠങ്ങൾ പറയണം. ഒരു മുൻമാതൃകയും ഇല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സൃഷ്ടിപ്പ് നടത്താൻ സാധിക്കുമെങ്കിൽ ആ റബ്ബ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാനും
അതേപോലെ ആ നിലക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാനും എല്ലാം കഴിവുള്ളവനാണ് എന്ന യാഥാർത്ഥ്യം ഈ ഒരു രണ്ട് തെളിവുകൾ മുൻനിർത്തി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മൂന്നാമതായി ഈ ഒരു രണ്ട് തെളിവുകൾ അഥവാ നമ്മുടെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളും അതേപോലെ മഴയിലൂടെ അള്ളാഹു ഒരു ഭൂമിയെ ജീവിപ്പിക്കുന്ന ആ ഒരു കാര്യങ്ങൾ മുൻനിർത്തി അള്ളാഹു പഠിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ കഴിവുകൾക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും ചെയ്യാൻ അവന് സാധിക്കും. അത് നടപ്പിലാക്കാൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. കാര്യം നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ ഈ ഒരു യാഥാർത്ഥ്യം അള്ളാഹു ഇതിലൂടെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം അന്ത്യനാൾ സത്യമാണ് എന്ന ഒരു കാര്യം ഈ രണ്ട് തെളിവുകൾ മുൻനിർത്തി അള്ളാഹു പഠിപ്പിക്കാണ്. ലോകം അവസാനിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, ലോകത്തെ ഒരു അവസാനമുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു അവസാനമുണ്ട്. അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധം അള്ളാഹു ആ ഒരു കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അന്ത്യനാൾ അത് വരിക തന്നെ ചെയ്യും. ലാ റൈബ ഫീഹ, അതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. അപ്പോൾ അള്ളാഹു ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞ ആയത്തുകളിലൂടെ നമ്മെ പഠിപ്പിക്കാണ്. അഞ്ചാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരും, അന്ത്യനാൾ വരുമ്പോൾ അവിടുന്ന് നമ്മയെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത് യാതൊരു പ്രയാസമുള്ള കാര്യമല്ല എന്ന യാഥാർത്ഥ്യം കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ അഞ്ചാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കപ്പെട്ട ആ ഒരു മനുഷ്യ സൃഷ്ടിപ്പിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ അതേപോലെ നിർജീവമായ ഒരു ഭൂമിയെ ജീവിപ്പിക്കുന്നതിലൂടെ ഈ 5 കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിയെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 7-ാമത്തെ ആയത്ത്. ആ 7-ാമത്തെ ആയത്ത് ഈ 2 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് ഇതാക്കാതിരുന്നത്. ഈ 7-ാമത്തെ ആയത്ത് നോക്കിക്കോളി. അതിന്റെ ഒരു പാരായണം ആദ്യം കേൾപ്പിക്കുക, അതിനുശേഷം അടുത്ത 7, 8, 9 ആയത്തുകൾ. أعوذ بالله من الشيطان الرجيم ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ومن الناس ജനങ്ങളിലുണ്ട് ഒരു വിഭാഗം ആളുകൾ. സൂറത്തുൽ ഹജ്ജിന്റെ 3-ാമത്തെ ആയത്തിലും ഇതേപോലുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാൻ കഴിയും. 3-ാമത്തെ ആയത്തിലും ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد എന്ന ആയത്ത് നമ്മൾ പഠിച്ചതാണ് അല്ലേ? ومن الناس ജനങ്ങളിലുണ്ട് ഒരു വിഭാഗം ആളുകൾ യുജാദിലു ഫില്ലാ, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ എന്ത് ചെയ്യുന്നു? തർക്കിക്കുന്നു. അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കലാണ് അവരുടെ പണി. എങ്ങനെ തർക്കിക്കുക? വല്ല അറിവോട് കൂടിയാണോ? ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവിന്റെ പിൻബലവും ഇല്ലാതെ, യാതൊരു അറിവിന്റെ അടിസ്ഥാനത്തിലും അല്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ ദീനിനോട് അല്ലെങ്കിൽ ദീനിന്റെ വിഷയത്തിൽ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കെതിരെ, ഖുർആനിനെതിരെ, ദീനിനെതിരെ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. ഇൽമ് ഇല്ല എന്ന് മാത്രമല്ല, വലാ ഹുദൻ, ഒരു മാർഗദർശനവും ഇല്ലാതെ. എന്ന് വെച്ചാൽ എന്താണ്? മാർഗദർശനം ആരിലൂടെ ലഭിക്കുക? പ്രവാചകന്മാരിലൂടെ. അപ്പൊ ഒരു പ്രവാചകൻ, അള്ളാഹു അയച്ച 1,00,000-ൽ പരം പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ പോലും പഠിപ്പിക്കാത്ത, അല്ലെങ്കിൽ ഒരു പ്രവാചകന്റെ അധ്യാപനത്തോട് പോലും കൂറ് പുലർത്താത്ത, അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന പഠിപ്പിച്ച ആ ഒരു സന്മാർഗത്തിലല്ലാതെയുള്ള വെറും കുതർക്കം മാത്രം. അങ്ങനെ ഒരു സന്മാർഗവും ഇല്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്നവർ. മാത്രമല്ല വലാ കിതാബി മുനിയും, പ്രകാശം നൽകുന്ന ഒരു വേദഗ്രന്ഥത്തിന്റെ വെളിച്ചം അവർക്കില്ല. അള്ളാഹു മുൻ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ എല്ലാ പ്രവാചകന്മാരെ പഠിപ്പിച്ച അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ ശരിയായ മനുഷ്യർക്കൊക്കെ ലഭിക്കുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലോ പോലും അതിന്റെ പോലും പിൻബലമില്ലാതെ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ചില ആളുകൾ മനുഷ്യരിലുണ്ട് എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഇതിപ്പോ 8-ാമത്തെ ആയത്താണ്. എന്നാൽ 3-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹജ്ജിന്റെ 3-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഈ രൂപത്തിൽ ചില മനുഷ്യരുണ്ട്, അവർ അള്ളാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാതെ തർക്കിക്കുന്നവരാണ് എന്ന രൂപത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിച്ചതാണത്. എന്താണ് ഈ ആയത്തും നമ്മൾ മുമ്പ് പഠിച്ച ആയത്തും തമ്മിലുള്ള ബന്ധം എന്താണ്? മുൻപ് പഠിച്ച ആയത്തിൽ അവിടെ ഇത്തരം അള്ളാഹുവിന്റെ വിഷയത്തിൽ യാതൊരു അറിവുമില്ലാതെ തർക്കിക്കുന്ന ആളുകളെ പിൻപറ്റുന്ന ആളുകളെയാണ്, അവിടെ മുഖല്ലിദീങ്ങളായ ആളുകളെയാണ് അള്ളാഹു അവിടെ സൂചിപ്പിച്ചത്. ഇവിടെ ആ നിലക്ക് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരെയാണ് അള്ളാഹു ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക വിമർശനവുമായിട്ട്, അതേപോലെ ദീനുൽ ഇസ്ലാമിനെതിരെ തങ്ങളുടെ സമയവും ആയുസ്സും എല്ലാം ചെലവഴിക്കുന്ന ആ ഒരു വിഷയത്തിൽ ഒരു അറിവുമില്ലാതെ, ഒരു പ്രമാണത്തിന്റെ പിൻബലവും ഇല്ലാതെ അനാവശ്യമായി തർക്കങ്ങളിൽ ഏർപ്പെടുന്ന ഇത്തരം ആളുകളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. കാര്യം മനസ്സിലാകുന്നുണ്ടോ?
വമിനന്നാസ് ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ മയ്യുജാദിലു ഫില്ലാഹ് അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ തർക്കിക്കുന്നു ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ അവർക്ക് ഇൽമുമില്ല, ഒരു ഹുദയുമില്ല, ഒരു പ്രമാണത്തിന്റെ പിൻബലവുമില്ല, ഒരു വേദഗ്രന്ഥത്തിന്റെ പിൻബലവുമില്ല. അങ്ങനെ തർക്കിക്കുന്നവരാണ്. ഇതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് മുഖല്ലിദീങ്ങളെ കുറിച്ചാണ്. ഈ ആയത്തിൽ എട്ടാമത്തെ ആയത്തിൽ പറയുന്നത് നേതാക്കന്മാരെ കുറിച്ചാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. അവർക്കുള്ള പരിണിത ഫലം, അവർ ചെന്നു ചേരുന്ന അല്ലെങ്കിൽ അവരുടെ അന്ത്യ അവസ്ഥ എന്തായിരിക്കും എന്നതുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ثاني عطفه ഇതിന്റെ പാരായണം ശ്രദ്ധിച്ചോളി. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ثاني عطفه സാനിയ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തിരിച്ചു കളയുക, തിരിഞ്ഞു നിൽക്കുക, തിരിഞ്ഞവനായി. യഖ്ഫിഹി തന്റെ ഭാഗം, വലതുഭാഗമാകാം ഇടതുഭാഗമാകാം, അങ്ങനെ ഒരു നമ്മുടെ അരവരെയുള്ള എല്ലാ ഭാഗവും എന്തിനു പെടും? ഇഖ്ഫ് എന്ന പദത്തിൽ പെടും. പ്രധാനമായിട്ട് അവന്റെ ഈ കഴുത്ത്, ഷോള് അടങ്ങുന്ന ഭാഗം. അപ്പൊ ആ നിലക്ക് അവൻ എന്ത് ചെയ്തു? അവന്റെ മുഖം തിരിച്ചു, അവന്റെ മുഖവും അവന്റെ കഴുത്തും അവന്റെ ചുമലടക്കം എന്ത് ചെയ്തു? അവന്റെ തോളടക്കം അവൻ എന്ത് ചെയ്യാണ്? തിരിച്ചു കളയാണ്. എങ്ങനെ തിരിക്കാണ്? എന്തിനാ തിരിക്കണത്? സത്യത്തിൽ നിന്ന് അഹങ്കാരത്തോടു കൂടി അത് കേൾക്കാൻ തയ്യാറല്ലാതെ അതിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ പിന്തിരിഞ്ഞു കളയുന്ന ഒരു സ്വഭാവമാണ് ഈ ആളുകൾക്കുള്ളത്. അവരുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പൂർണ്ണമായും അവരെന്ത് ചെയ്യാണ്? സത്യത്തെ തൊട്ട് അഹങ്കാരത്തോടു കൂടി അവരുടെ ശരീരമടക്കം, കൽബ് നേരത്തെ തിരിഞ്ഞതാണ്, അതിന്റെ കൂടെ അവരുടെ ശരീരമടക്കം അവരെന്ത് ചെയ്യാണ്? അതിനെ തൊട്ട് തിരിഞ്ഞു കളയും. അവരുടെ ആ ഒരു പിന്തിരിയലിന്റെ അല്ലെങ്കിൽ ആ ഒരു ധിക്കാര മനോഭാവത്തിന്റെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചിത്രീകരിച്ചു തരികയാണ്. എന്തിനു വേണ്ടിയാണ്? ലിയുദില്ല അൻ സബീലില്ലാ, ലിയുദില്ല വഴിപിഴപ്പിക്കാൻ വേണ്ടി. അവര് സ്വയം വഴിതെറ്റി മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് അവർ ഈ ഒരു പണി ചെയ്യുന്നത്. എവിടെ നിന്ന്? അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി സത്യത്തെ തൊട്ട് അഹങ്കാരത്തോടു കൂടി പിന്തിരിഞ്ഞു കളഞ്ഞ ആളുകളാണ് ഈ ആളുകൾ എന്നാണ്. അല്ലെ? ഇന്നൊക്കെയുള്ള നമ്മുടെയൊക്കെ ഈ ആധുനിക മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ ഇസ്ലാമിക വിമർശനമൊക്കെ ആയി പോകുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അതിന് കുറെ ഫോളോവേഴ്സ് ഉണ്ട്, അത്തരം ആൾക്കാർക്ക് കുറെ നേതാക്കന്മാരുണ്ട്, കുറെ ഈ നിലക്ക് വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്, അവരെ പിൻപറ്റുന്ന ആളുകളുണ്ട്, അവരുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് അവർക്കുള്ള പരിണിത ഫലം എന്താണ്? അതാണ് അടുത്ത ഭാഗം. ലഹു ഫിദ് ദുനിയാ ഖിസ്യുൻ, ലഹു അവൻ ഉണ്ടായിരിക്കും, ഫിദ് ദുനിയാ ഇഹലോകത്ത് അവനുണ്ട്. എന്താണുള്ളത്? ഖിസ്യുൻ നിന്യത, നിന്യാവസ്ഥ, അപമാനം, എല്ലാ നിലക്കുമുള്ള അപമാനം അവർക്ക് ദുനിയാവിന്റെ വിഷയം ദുനിയാവിൽ തന്നെ ഉണ്ടാവും. അള്ളാഹുവിന്റെ ദീനിനെതിരെ കളിച്ചാൽ അത്തരക്കാർക്ക് ഉണ്ടാകുന്ന ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ലഹു ഫിദ് ദുനിയാ ഖിസ്യുൻ, അങ്ങേയറ്റത്തെ അപമാനവും നിന്യതയുമായിരിക്കും ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാവുക. അപ്പൊ ചരിത്രം പരിശോധിച്ചാൽ ഇസ്ലാമിനെ വിമർശിച്ച് നടന്ന ആളുകൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ ജനങ്ങൾക്കിടയിൽ കളിയാക്കി ആ നിലക്ക് അതിനോട് പ്രതികരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു അവസാനം അങ്ങേയറ്റത്തെ ആക്ടിവിറ്റി വളരെ മോശമായിരിക്കും. അവരുടെ കൂടെ ഇപ്പോ ആ ഒരു യുവത്വത്തിന്റെ സമയത്ത് അവരെ കൊണ്ടുനടക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. അല്പം കൂടി കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരവസ്ഥയിലേക്ക് ഇത്തരക്കാരൊക്കെ പോയി ആ നിലക്കുള്ള മരണമായിരിക്കും പലപ്പോഴും അങ്ങനെ ആളുകൾക്കൊക്കെ ഉണ്ടാകാറുള്ളത്. അപ്പോ ദുനിയാവിൽ തന്നെ അത്തരക്കാർ അപമാനം ഉണ്ടാകുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. മാത്രമല്ല വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കുകയും ചെയ്യും. അല്ലെ? അദാഖ യുദീഖു എന്ന് പറഞ്ഞാൽ ദാഖ ടേസ്റ്റ് ചെയ്യുക, ടു ടേസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. ദാഖ ഫഅമൽ ഈമാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നമുക്ക് കേട്ടായിരിക്കും. ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. മൻ റളിയ ബില്ലാഹി റബ്ബൻ നബി ഇസ്ലാമി ദീൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ, ഇസ്ലാമിനെ ദീനായിട്ട് തൃപ്തിപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ട, അതേപോലെ അള്ളാഹുവിന്റെ റബ്ബായി തൃപ്തിപ്പെട്ട ഒരാൾ, അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. അപ്പൊ ദാഖ യദൂഖു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ടേസ്റ്റ് ചെയ്യുക. വനുദീഖുഹു, അദാഖ യുദീഖു, ആസ്വദിപ്പിക്കുക, ടേസ്റ്റ് ചെയ്യിപ്പിക്കും അല്ലാഹു. നാം അവനെ രുചി നോക്കിപ്പിക്കുക തന്നെ ചെയ്യും, അവനെ ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. എന്താണ്? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അദാബൽ ഹരീഖ്, ചുട്ടരിക്കുന്ന ആ ശിക്ഷ നൽകിക്കൊണ്ട് അവനെ ആസ്വദിപ്പിക്കും. പരലോകത്ത് ഇത്തരം ആളുകളൊക്കെ വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കുണ്ട്, നീ ആസ്വദിച്ചു കൊള്ളുക, ഇന്നക അൻതൽ അസീസുൽ കരീം, ദുനിയാവിൽ വലിയ പ്രതാപിയായി മാന്യനായി നടന്ന ആളല്ലേ, ആസ്വദിച്ചു കൊള്ളുക, അനുഭവിച്ചു കൊള്ളുക എന്ന് അത്തരക്കാരോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കുള്ള പര്യവസാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ ഇത്തരം ആളുകളുടെ കൽബിൽ അങ്ങേയറ്റത്തെ അഹങ്കാരമായിരിക്കും ഉണ്ടാകുക എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇത്തരം
അള്ളാഹുവിന്റെ ദീനിനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ കൽബിൽ ഉണ്ടാവുക എന്തായിരിക്കും? അവരതിനെ പ്രേരിപ്പിക്കുന്നത് അവരുടെ വല്ലാത്ത കിബറായിരിക്കും. ആ കിബറ് കാരണത്താലാണ് അവർക്ക് സത്യം സ്വീകരിക്കാൻ ആ കിബർ അവരെ തടയും. ഒരു അർഹതയുമില്ലാതെ അഹങ്കരിച്ച് നടക്കുന്ന ആളുകളെ തൊട്ട് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നാം വഴിതിരിച്ചു വിടുന്ന അള്ളാഹു പറയാം. അവർക്ക് സ്വീകരിക്കാൻ തൗഫീഖ് ഉണ്ടാവില്ല. അള്ളാഹു പറയും, നോക്കി, ഇന്നല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാ, അള്ളാഹുവിന്റെ ആയത്തുകളിൽ കുതർക്കം നടത്തുന്ന ആളുകൾ ബിഗൈരി സുൽത്താനിൻ അതാഹും, ഒരു പ്രമാണവുമില്ലാതെ, ഒരു പ്രമാണത്തിന്റെ പിൻബലവുമില്ലാതെ, ഇൻ ഫീ സുദൂരിഹിം ഇല്ലാ കിബ്റുൻ മാ ഹും ബിബാലിഗി, അവരുടെ കൽബിൽ എന്ത് മാത്രമാണ് അതിന് പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണ്? അവരുടെ അഹങ്കാരാണ്. അങ്ങേറ്റത്തെ അഹങ്കാരികളാണ്. അവരാണ് യാതൊരു പ്രമാണവും തെളിവും ഇല്ലാതെ, തെളിവിന്റെ പിൻബലവും ഇല്ലാതെ അള്ളാഹുവിന്റെ ദീനിൽ അനാവശ്യമായി ജനങ്ങളോട് അതിനെതിരെ സംസാരിക്കുകയും ആ വിഷയത്തിൽ തർക്കിച്ച് മറ്റുള്ളവർക്കിടയിൽ ആ നിലക്കുള്ള രൂപത്തിൽ പെരുമാറുകയും ചെയ്യുന്ന ആളുകൾ എന്ന് ഈ കിബറുള്ള ആളുകളാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. വസ്തുനിഷ്ഠമായിട്ട് ഇസ്ലാമിനെ ആര് വിമർശിക്കുന്നതിനോടും നമ്മൾ ആരെതിരല്ല. ഇസ്ലാമിനെ ആർക്കും പഠിക്കാം. സത്യസന്ധമായി വിമർശിക്കുക. ഇസ്ലാമിനെ ആ നിലക്ക് സത്യം മനസ്സിലാക്കണമെന്ന സൽവിചാരത്തോടു കൂടി ഇസ്ലാമിനെ പഠിക്കാനും അതിനെ വിമർശിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് അവന്റെ കൽബിനെ അള്ളാഹുവിന്റെ കലാം അത് അതിജയിക്കുക തന്നെ ചെയ്യും. സത്യസന്ധമായി വിശുദ്ധ ഖുർആനിനെ ആര് സമീപിച്ചോ, അതിനെ വിമർശിക്കാൻ വേണ്ടി സത്യസന്ധമായി തന്നെ പഠിക്കാൻ, വിമർശിക്കാൻ വേണ്ടി തയ്യാറായി ഇറങ്ങിയാൽ തന്നെയും അതിലെ ആ ഒരു പ്രകാശം നുകരാൻ അത്തരക്കാർക്ക് തൗഫീഖ് കിട്ടും. പക്ഷെ മനസ്സിൽ വിവരണ്ടാകാൻ പാടില്ല. സത്യത്തോട് എത്ര വലിയ സത്യം സ്ഥിരപ്പെട്ടാലും ഞാനത് സ്വീകരിക്കുകയില്ല എന്ന ധാർഷ്ട്യത്തോടു കൂടി, ആ ധിക്കാര മനോഭാവത്തോടു കൂടിയാണ് ഇസ്ലാമിനെ പഠിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാനാണ് ഇറങ്ങുന്നത് എങ്കിൽ അത് അങ്ങേയറ്റത്തെ നഷ്ടമാണ് ഉണ്ടാക്കുക എന്നാണ് ഈ ആയത്തുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ വിശുദ്ധ ഹൃദയങ്ങളെ തുറപ്പിക്കുന്ന ഗ്രന്ഥാണ് അള്ളാഹുവിന്റെ കലാം. അത് ഹൃദയങ്ങളെ കീഴടക്കും. അതിനെ മാന്യമായി അതിനോട് സമീപിക്കുന്ന ആളുകൾക്ക് അത് വെളിച്ചം ഏകുന്ന കാര്യമാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ذَلِكَ بِمَا قَدَّمَتْ يَدَاكَ وَأَنَّ اللَّهَ لَيْسَ بِظَلَّامٍ لِلْعَبِيدِ. ذَلِكَ കാര്യം തീർച്ചയായും അല്ലെ, ذَلِكَ بِمَا قَدَّمَتْ, ذَلِكَ അത് അക്കാര്യം എന്താണ്? അവരുടെ നാളെ പരലോകത്ത് ഇത്തരക്കാരുടെ അള്ളാഹു പറയുന്ന കാര്യമാണ്. ഈ ഒരു ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തിയത് എന്തുകൊണ്ടാണ്? ബിമാ ഖദ്ദമത് യദാക്, നിന്റെ രണ്ട് കൈകൾ പ്രവർത്തിച്ചത് നിമിത്താണ്. നീ ചെയ്തു തന്നെയാണ്. നീ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് നീ ഇതൊക്കെ അനുഭവിക്കുന്നത്, ഈ ശിക്ഷയൊക്കെ അനുഭവിക്കുന്നത്. അന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, അവന്റെ അടിമകളോട് ഒരു തരിമ്പ് പോലും ദുൽമ പ്രവർത്തിക്കാത്തവനാണ്. ഒരു നിലക്കും ഒരു അക്രമവും പ്രവർത്തിക്കാത്ത അവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് അള്ളാഹു പഠിപ്പിക്കാൻ. അപ്പൊ അള്ളാഹു എന്തെങ്കിലും ദുൽമ ചെയ്തതാണോ? ഒരിക്കലല്ല. മറിച്ച് മനുഷ്യൻ സ്വയം ചെയ്ത ദുൽമിന്റെ, അവൻ ചെയ്ത അക്രമത്തിന്റെ ഫലമാണ് അവൻ അനുഭവിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്, അള്ളാഹു ഒരിക്കലും അവന്റെ അടിമകളോട് ഒരു തരിമ്പ് പോലും അക്രമം പ്രവർത്തിക്കാത്തവനാണ്. ഒരു കടുകുമണിയോളം ദുൽമും അനീതിയോ അക്രമോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടിമകളോട് പ്രവർത്തിക്കൂല. വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അതിനുവേണ്ടിയാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. റസൂലുള്ളാഹിനെ അള്ളാഹു നിയോഗിച്ചത്, പ്രവാചകന്മാരെ അതൊക്കെ അള്ളാഹ് ഈ മനുഷ്യരെ അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി, അവരെ നേർമാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി, അവർക്ക് ഹക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചതും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതും ഒക്കെ അള്ളാഹു അതിനു വേണ്ടിയാണ്. സത്യം നമ്മുടെ മുന്നിൽ വ്യക്തമാണ്. അത് പിൻപറ്റി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളോട് കടമ. അള്ളാഹു നമ്മളോട് ഒരു നിലക്കും അക്രമം പ്രവർത്തിക്കുകയില്ല. നമ്മൾ എന്താണോ നമ്മുടെ നഫ്സിനോട് ദുൽമായി ചെയ്തത് അതിന്റെ ഫലമായിരിക്കും നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരിക. അള്ളാഹു പറഞ്ഞില്ല, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മിസ്ഖാലു ദർറ, ഒരു കടുകുമണിയോളം, ഏറ്റവും നിസ്സാരമായ ഒന്നിനെ പറയാനാണ് ഈ മിസ്ഖാലു ദർറ എന്നൊക്കെ പറയാം. ഒരു അണു അളവോളം എന്നാണ് ഇത് ചെയ്യാൻ പറയാം. ഒരു അണു അളവോളം പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദുൽമ, അക്രമം പ്രവർത്തിക്കുകയില്ല. വ ഇൻ തകു ഹസനതൻ യുദായിഫുഹാ, അല്ലെ, നന്മയാണ് എങ്കിൽ അള്ളാഹു ഇരട്ടിയാക്കി കൊടുക്കും. ഇരട്ടിയാക്കി കൊടുക്കുന്നത് മാത്രമല്ല, വലിയ പ്രതിഫലം നന്മ ചെയ്യുന്നവർക്ക് അള്ളാഹു കൂട്ടി കൊടുക്കുന്നതാണ്. ഒരു നിലക്കുള്ള അക്രമം അള്ളാഹു ചെയ്യൂല, ആരോടും ചെയ്യൂല. ഇന്നല്ലാഹ ലാ യദ്ലിമു الناس شيئا ولكن الناس انفسهم يظلمون, തീർച്ചയായും അള്ളാഹു മനുഷ്യരോട് യാതൊരു അക്രമവും അള്ളാഹു പ്രവർത്തിച്ചിട്ടില്ല. ولكن الناس انفسهم يظلمون, മനുഷ്യരാണ് അവരോട് അക്രമം പ്രവർത്തിക്കുന്നത്. സ്വന്തത്തിന് എന്തെങ്കിലുമൊക്കെ ശിക്ഷ നാളെ ലഭിക്കുന്നുവെങ്കിൽ അത് നമ്മൾ ചെയ്ത നിമിത്തമാണ്. അതല്ല അള്ളാഹുവിന്റെ അതിന്റെ പേര് പരിപാടിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു നമ്മളോട് യാതൊരു ദുൽമും ചെയ്യുന്നില്ല. എല്ലാ നിലക്കും നീതിയോടുകൂടി കാരുണ്യത്തോടു കൂടിയാണ് നമ്മളോട് വർത്തിച്ചിട്ടുള്ളത്. അല്ലെ, ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളൊക്കെ വായിക്കുന്നു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തസാലമു. അക്രമം പ്രവർത്തിക്കുക, ദുൽമ പ്രവർത്തിക്കുക എന്നത് ഞാൻ എന്റെ മേൽ ഹറാമാക്കിയ കാര്യം. അള്ളാഹു പറയാണ്, ഞാൻ എന്റെ മേൽ ഹറാമാക്കിയ കാര്യമാണ്. വജഅൽതുഹു ബൈനകും മുഹറമ, അത് എന്റെ മേലും ഹറാമാക്കി നിങ്ങൾക്കിടയിലും പരസ്പരം അക്രമം പ്രവർത്തിക്കുക, ക്രമം വിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങൾക്കിടയിലും നാം ഹറാമാക്കിയിരിക്കുന്നു.
പല കപാലം. അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ പരസ്പരം ദുൽമ പ്രവർത്തിക്കരുത്, അക്രമം പ്രവർത്തിക്കരുത്. അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മളോട് നീതിയോടെ കൂടി പെരുമാറുന്ന, നമ്മളോട് കാരുണ്യത്തോടു കൂടി പെരുമാറിയിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മളാണ് ഏറ്റവും വലിയ അക്രമം പ്രവർത്തിക്കുന്നത്. മനുഷ്യരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അള്ളാഹു പറഞ്ഞില്ലേ, മനുഷ്യൻ അവന്റെ റബ്ബിനോട് അങ്ങേയറ്റത്ത് നന്ദി കെട്ടവൻ തന്നെയാണ്. അള്ളാഹു ഇത്രയേറെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ട് പരലോകത്ത് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു അല്ലെ. ഓരോ നന്മകളും 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു വർദ്ധിപ്പിക്കുന്നതാണ്. 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ അള്ളാഹു വർദ്ധിപ്പിച്ചിട്ട് അല്ലെ നമ്മുടെ തിന്മകൾക്കൊക്കെ പ്രതിഫലം എത്ര തരുള്ളൂ. എന്താണ് നമ്മൾ ചെയ്തത് ആദ്യം അള്ളാഹു ചെയ്തു തരുള്ളൂ. അവിടെ വർദ്ധിപ്പിക്കലില്ല. തിന്മകൾ പലതും അള്ളാഹു ഒഴിവാക്കി തരും, പലതും അള്ളാഹു മറച്ചു വെക്കും, പലതും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് മാപ്പാക്കി തരും. എന്നിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും പലപ്പോഴും നമ്മളൊക്കെ നരകത്തിലേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങുന്നുവെങ്കിൽ ഈ നിരക്കുള്ള ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക. അപ്പൊ പറഞ്ഞു വന്നത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരോട് യാതൊരു നിരക്കുള്ള അക്രമവും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അള്ളാഹു പ്രവർത്തിക്കുന്നില്ല. മറിച്ച് നമ്മളാണ് ദുൽമ പ്രവർത്തിക്കുന്നത്. ഏറ്റവും വലിയ ദുൽമ എന്താണ്? ഇന്ന ശിർക ലദുൽമുൻ അദീം. അള്ളാഹു തന്ന വായു ശ്വസിച്ച്, അള്ളാഹു തന്ന ഭക്ഷണം കഴിച്ച്, അള്ളാഹു തന്ന വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹു ഒരുക്കി തന്ന സംവിധാനങ്ങൾ ആസ്വദിച്ച്, അള്ളാഹു തന്ന കാല് കൊണ്ട് നടന്ന്, അള്ളാഹു തന്ന കൈകൾ കൊണ്ട് പ്രവർത്തിച്ച്, എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു വെറുക്കുന്ന ഏറ്റവും കൊടിയ പാപമെന്ന് അള്ളാഹു വിശേഷിപ്പിച്ച അള്ളാഹുവിനെ പങ്കു ചേർക്കുക എന്ന വലിയ പാതകം മനുഷ്യരും ജിന്നുകളും അല്ലാതെ വേറെ ആരെ ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ ഏറ്റവും വലിയ ദുൽമല്ലേ. മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം 3 പഠിപ്പിച്ചു കൊടുത്തില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലയോ കുഞ്ഞു മകനെ, ഏറ്റവും വലിയ പാതകം എന്താണ്, ഏറ്റവും വലിയ ദുൽമ എന്താണ്? അള്ളാഹുവിന് പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയോട് ചോദിച്ചില്ലേ, പ്രവാചകൻ ഏറ്റവും വലിയ പാപം ഏതാണ്? അൻത ജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്. നിന്റെ റബ്ബാണ് നിന്നെ സൃഷ്ടിച്ചവനെന്നിരിക്കെ, അള്ളാഹുവാണ് നിന്നെ സൃഷ്ടിച്ചവനെന്നിരിക്കെ അവന് നീ ഒരു സമന്മാരെ നിശ്ചയിക്കലാണ്. അള്ളാഹുവിനെ ആരാധിക്കേണ്ട ഇതിന് പകരം അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ ആരാധിക്കുക, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുക. അല്ലെ, നമ്മുടെയൊക്കെ നാടുകളിൽ വ്യാപകമായ രൂപത്തിലാണ് ശിർക്കിന്റെ വ്യത്യസ്ത മുഖങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കേണ്ടത്? അള്ളാഹിനെ നമ്മൾ വിളിക്കേണ്ടത്. ആ ഒരു സ്ഥാനത്ത് ബദരീങ്ങളെ വിളിക്കുന്നവർ, നൂറ്റാണ്ടുകൾക്കും മരണപ്പെട്ടു പോയ ബദറിൽ ഷഹീദായ ശുഹദാക്കൾ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ ബഗ്ദാദിൽ മരണപ്പെട്ട മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവിന്റെ മറ്റ് ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവരോട് സഹായം തേടുന്നവർ, കുട്ടികളില്ലാതെ വരുമ്പോൾ അവരോട് തേടുക, അവരുടെ പേരിൽ നേർച്ചയാക്കുക, ഇതൊക്കെ അള്ളാഹുവിനോട് മാത്രം ചെയ്യേണ്ട കാര്യമാണ്. നേർച്ച നേരുമ്പോഴും പ്രാർത്ഥിക്കേണ്ടതും നമ്മളെ സഹായം തേടേണ്ടതും അല്ലെ. ഒരു മനുഷ്യനെ അവന്റെ കണ്ടനാടിയേക്കാൾ റബ്ബ് അവനിലേക്ക് അടുത്തവനാണ്. ആ റബ്ബിനോട് തേടേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് സഹായം തേടുകയൊക്കെ ചെയ്യുന്നതിനേക്കാൾ വലിയ ദുൽമ്, അക്രമം വേറെ എന്താണുള്ളത്? അതാണ് ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന. ആര് അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നുവോ അവന് സ്വർഗ്ഗം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന് അത്രയേറെ കോപമുള്ള, വെറുപ്പുള്ള ഒരു കാര്യമാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത്. ഒരു നിലക്കും അല്ലെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല അൻഹു കൊടുത്ത ഉപദേശമില്ലേ, അല്ലെ, നിന്നെ ഇഞ്ചിഞ്ചായി ഛേദിച്ചാലും കഷ്ണം കഷ്ണമാക്കി നിന്നെ കൊന്നു വെട്ടി നുറുക്കിയാലും നീ അള്ളാഹു അല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കരുത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റസൂൽ പറഞ്ഞില്ലേ, യാ ഗുലാം, അല്ലയോ കുഞ്ഞു മകനെ, ഇദാ സഅൽത ഫസ്അലില്ലാ, നീ എന്തെങ്കിലും ചോദിച്ചാൽ നിന്റെ റബ്ബിനോട് നീ ചോദിക്കുക, അള്ളാഹിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, എന്തെങ്കിലുമൊക്കെ സഹായം തേടി അള്ളാഹിനോട് സഹായം തേട്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയാനാണ് നമ്മളൊക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ അള്ളാഹു എന്താണോ നമ്മളോട് ആവശ്യപ്പെട്ടത് അത് നമ്മൾ ചെയ്യുക. ഒരു നിലക്കും അള്ളാഹു നമ്മളോട് ദുൽമ ചെയ്യുകയില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കുക. അല്ലെ, റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. അവന്റെ അടിമകളോട് അള്ളാഹു ഒരു നിലക്കും അക്രമം പ്രവർത്തിക്കാത്തവരാണ്. അൽ അബീദ് എന്ന് പറഞ്ഞാൽ അടിമകൾ. അബീദിന്റെ ബഹുവചനാണ് അൽ അബീദ് എന്ന് പറഞ്ഞാൽ. നമ്മളൊക്കെ എത്ര വലുതായാലും അള്ളാഹ് അടിമകളാണ്. ആ ഒരു പാഠം കൂടി ആയിട്ട് നമുക്ക് നൽകുന്നുണ്ട്. നമ്മളൊക്കെ എത്ര വലിയ ആളായി കഴിഞ്ഞാലും, എത്ര വലിയ സമ്പത്തിനുടമയായാലും, നമ്മൾ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ നിന്ന് പോകുന്നുണ്ടോ, അവന്റെ പൂർണ്ണമായ ഉടമസ്ഥതയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡ് മതി, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു ഞരമ്പ് അതിന്റെ പ്രവർത്തനം നിർത്തിയാൽ മതി നമ്മുടെ കാര്യം കഴിയാൻ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ നിയന്ത്രണത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന ആ ഒരു ചിന്തയിൽ തന്നെ നമ്മൾ ജീവിക്കുക. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായി പല ദുൽമുകളും നമ്മൾ ചെയ്യുന്നവരാണ്. അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥന, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന അതാണ്. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തിയ പ്രാർത്ഥനയുണ്ട്. ദഅവത്തു ദിന്നൂൻ പറയാണ് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. ഇദാ ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത്, അദ്ദേഹം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്.
ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലാഹുവേ നീ അല്ലാതെ യാതൊരു ഇലാഹുമില്ല. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. നിന്നെക്കുറിച്ച് മനുഷ്യന്മാര് കെട്ടിയുണ്ടാക്കിയ പറഞ്ഞുണ്ടാക്കിയ എല്ലാ നിനക്ക് യോജിക്കാത്ത എല്ലാത്തിൽ നിന്നും നീ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാനിതാ അക്രമികാരികളിൽ പെട്ടുപോയിരിക്കുന്നു റബ്ബേ. ഈ ഒരു പ്രാർത്ഥന فإنه لم يدع بها رجل مسلم في شيء قط إلا استجاب الله له. ഈ ഒരു പ്രാർത്ഥന ഏത് വിഷയത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും ഈ ഒരു പ്രാർത്ഥനയെ മുൻനിർത്തി നമ്മൾ പ്രാർത്ഥിച്ചാൽ അള്ളാഹു ഒരു ഉത്തരം കൊടുക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് മുമ്പ് ഈ ഒരു പ്രാർത്ഥന ആദ്യം നമ്മൾ കൊണ്ടുവരിക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത, എത്രയോ പരിശുദ്ധനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികാരികൾ ഉൾപ്പെട്ടിരിക്കുന്നു റബ്ബേ. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം, അത് നമ്മൾ ചോദിക്കുക. എങ്കിൽ ഉറപ്പായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ റബ്ബിലേക്കുള്ള ആവശ്യകത അത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരു നിലക്കുമുള്ള അക്രമം, അള്ളാഹു ഏറ്റവും വലിയ അക്രമം എന്ന് പഠിപ്പിച്ച ആ ശിർക്കിൽ നിന്ന് മുക്തമായി കൊണ്ടുള്ള ജീവിതം നമ്മൾ നയിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കുറ്റപ്പെടുത്തി മാഫാക്കി പെരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.